ചിറ്റൂർ ഗവൺമെന്റ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെയും NSSന്റെയും നേതൃത്വത്തിൽ നടത്തുന്ന ഇന്ത്യ ആൻഡ് കോളേജ് അറ്റ് 80 പരിപാടി തുടരുന്നു. പരിപാടിയുടെ ഭാഗമായി കർഷക സെമിനാർ സംഘടിപ്പിച്ചു. മണ്ണിനെ അറിയാം, കർഷകനെ ആദരിക്കാം, കാർഷിക പൈതൃകം ആഘോഷിക്കാം എന്ന സന്ദേശമുയർത്തിയാണ് സെമിനാർ നടത്തിയത്. ഹരിതമിത്രൻ ശിവദാസ്, വനമിത്ര ജയകൃഷ്ണൻ, മുതിർന്ന ജൈവ കർഷകനും പൂർവ്വ വിദ്യാർത്ഥിയുമായ രാജൻ, ബയോഫെഡ് സംരംഭകയും പൂർവ്വ വിദ്യാർത്ഥിയുമായ ശ്രീലത മേനോൻ, നവര കർഷകനും പൂർവ്വ വിദ്യാർത്ഥിയുമായ സബീഷ് എന്നിവർ വിദ്യാർത്ഥികളുമായി സംവദിച്ചു. കൃഷിയുടെ അത്ഭുതകരമായ ലോകം ഞങ്ങൾ കണ്ടത്. ഞങ്ങൾക്ക് ഒരു കാർ നിറയെ പച്ചക്കറികളായിട്ട് ഞങ്ങൾ അവിടെ തിരിച്ചു വന്നു. ഒരു കാർ നിറയെ പച്ചക്കറികളായിട്ട് തിരിച്ചു വന്നു. അപ്പം എന്താ ഇതിന് ആചരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പൊതുവേ പറയുന്നത് കൃഷി നഷ്ടമാണ്. കൃഷി നഷ്ടമായതുകൊണ്ട് കൃഷിക്കാരൻ്റെ മക്കളെല്ലാവരും കൃഷി ഉപേക്ഷിച്ച് അന്യരാജ്യത്ത് പോയിട്ട് അവിടെ ജോലി ചെയ്യുന്നു. നമ്മുടെ കൃഷിയിടത്തിൽ ഇന്നലെ ആഭരണ നിർമ്മാണ ശില്പശാലയിൽ ആ അധ്യാപിക പറഞ്ഞ മാതിരി നമ്മൾ സ്വാതന്ത്ര്യമുള്ള ഉപജീവന മാർഗങ്ങളെല്ലാം കൈവിട്ട് സ്വാതന്ത്ര്യമില്ലാത്ത ഉപജീവന മാർഗങ്ങൾ ചെയ്യുന്നതാണ്. നമ്മൾ വേറൊരു രാജ്യത്ത് നല്ലതാണ്, അവിടെ സുഖമാണ്, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ അവിടെ അടിച്ചു പൊളിക്കലാണെന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ അവിടേതായ നിയമങ്ങൾ ഒരു അന്യദേശക്കാരായ നമ്മളെ കെട്ടിവരികയാണ്. മണ്ണിന്റെ പരിശുദ്ധത നിലനിർത്തലാണ് ജീവന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം എന്ന സന്ദേശം സെമിനാർ മുന്നോട്ട് വെച്ചു. മണ്ണിനെയും പ്രകൃതിയെയും സംരക്ഷിക്കുന്ന കാർഷിക സംസ്കാരം പുതിയ തലമുറയിലേക്ക് കൈമാറേണ്ടതിന്റെ പ്രാധാന്യവും കർഷകർ വിദ്യാർത്ഥികളുമായി പങ്കുവച്ചു. ഇനി നാണ്യം അല്ലെങ്കിൽ നാണ്യം കണ്ടുപിടിച്ച ആളുകളിൽ നാണയത്തിൻ്റെ വാല്യൂ ഒക്കെ പോയി എല്ലാം നമ്മൾ കൈമാറ്റ വസ്തുവിടെ മൊബൈലിലൂടെ ഗൂഗിൾ പേയിലൂടെ നമുക്ക് പൈസയോ മറ്റു വിഷയങ്ങളൊന്നും വേണ്ട. ഒരു വസ്തു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൊബൈൽ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നടക്കുന്ന രീതിക്ക് ലോകം മാറിയിട്ടുണ്ട്. ലോകം ഒരുപാട് മാറി. എവിടെ എന്ത് മാറിയാലും ഈ ഭൂമിയും പ്രപഞ്ചവും സൂര്യനും ഒക്കെ ഈ പാടുന്നുണ്ട്. അത് നമ്മൾ ഓരോരുത്തരും നമ്മൾ മനസ്സിലാക്കേണ്ട ബാധ്യതയും കടമയും കർത്തവ്യം നമ്മൾ ഓരോ ഉത്തമമായ പ്രാർത്ഥനയിൽ പറഞ്ഞ പോലെ മനസ്സ് നന്നായിരിക്കും. ഓരോ വിദ്യാർത്ഥിയും വീട്ടിൽ തങ്ങൾക്കിഷ്ടപ്പെട്ട 10 ഇനം തൈകൾ നട്ടുവളർത്തുകയും അതിലൂടെ 2027 ഓണപ്പൂക്കളത്തിനാവശ്യമായ പൂക്കൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മനോഹരമായ കാർഷിക കൂട്ടായ്മ രൂപപ്പെടട്ടെയെന്ന് സെമിനാർ പ്രത്യാശ പ്രകടിപ്പിച്ചു. ചടങ്ങിൽ ശ്രീജിത്ത്, നന്ദ, സിബി എന്നിവർ സംസാരിച്ചു. കർഷകരോടുള്ള ആദരസൂചകമായി ഇ മുരളീധരൻ, ഡോക്ടർ സൗദാമിനി മേനോൻ, ഉഷാകുമാരി എന്നിവർ കർഷകരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. മണ്ണിനോടുള്ള കരുതൽ, കർഷകനോടുള്ള ആദരം, പ്രകൃതിയോടുള്ള പ്രതിബദ്ധത, ഇതാണ് ഇന്ത്യ ആൻഡ് കോളേജ് അറ്റ് 80 മുന്നോട്ട് വയ്ക്കുന്ന കാർഷിക സന്ദേശം. സ്വാതന്ത്ര്യം നേടിയ കാലഘട്ടത്തിൽ തന്നെ പ്രവർത്തനമാരംഭിച്ച ചിറ്റൂർ ഗവൺമെന്റ് കോളേജിന്റെ ചരിത്രവും പാരമ്പര്യവും ഓർമ്മപ്പെടുത്തുന്നതിനൊപ്പം പുതുതലമുറയിൽ ദേശബോധവും സാമൂഹിക ഉത്തരവാദിത്വവും വളർത്തുക എന്ന് ലക്ഷ്യമിട്ട് ഓഗസ്റ്റ് 11 മുതൽ 15 വരെയാണ് ഇന്ത്യ ആൻഡ് കോളേജ് അറ്റ് 80 പരിപാടി സംഘടിപ്പിക്കുന്നത്. UTV ന്യൂസ്, പാലക്കാട്.